ഹലോ, നിങ്ങൾക്കെല്ലാവർക്കും റോബിൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. എൻ്റെ മറ്റ് വീഡിയോസ് എല്ലാം നിങ്ങൾ കാണുന്നുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ ഈ വീഡിയോസിൻ്റെ താഴെ തന്നെ കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യുക. ഞാൻ പറ്റുന്നതിനൊക്കെ റിപ്ലൈ ചെയ്യുന്നുണ്ട്. ഇന്നും ഓൺലൈനിൽ പൈസ ഉണ്ടാക്കുവാൻ മറ്റൊരു രീതിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങളെല്ലാവരും തന്നെ ബുക്സുകളെ പറ്റി കേട്ടിട്ടുണ്ടാവും. ആമസോണിൻ്റെ കിൻഡൽ എന്ന് പറയുന്ന ബുക്സുകളുടെ ഒരു മാർക്കറ്റ് പ്ലേസ് ഉണ്ട്. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ബുക്സ് വിൽക്കാം. ബുക്സ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അത് ഫിസിക്കലി ഒരു ബുക്കില്ല. അതായത് നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നിങ്ങൾക്ക് ഉണ്ടായിരുന്ന പോലത്തെ ഒരു ബുക്കില്ല. അതിന് പകരം എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ഡോക്യുമെൻ്റ്സ് ആണ്. അപ്പോൾ നിങ്ങൾ മൈക്രോസോഫ്റ്റ് വേർഡിൽ ടൈപ്പ് ചെയ്തുണ്ടാക്കുന്ന ബുക്കുകളാണത്. അപ്പോൾ ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വളരെ വിലക്കുറവിനത് വിൽക്കാം. വളരെ വിലക്കുറവായതുകൊണ്ട് ആളുകൾ കൂടുതൽ വാങ്ങിക്കും. നിങ്ങൾക്കൊന്നും പോസ്റ്റൽ വഴി ഷിപ്പ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. നിങ്ങളുടെ പരസ്യങ്ങളും അതുപോലെ ആയിരിക്കും. നിങ്ങളുടെ ബയേഴ്സ് തപ്പുന്നതും ഈസി ആയിട്ട് ആ വഴിക്കായിരിക്കും. അപ്പോൾ ഒരുപാട് ഗുണങ്ങളുണ്ട് ബുക്സിന്. പിന്നെയുള്ളൊരു ഏറ്റവും നല്ല ഗുണമെന്ന് പറഞ്ഞാൽ ബുക്സുകൾക്ക് ഒരു പ്രാവശ്യം നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്താൽ മതി. ആ ബുക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ അത് എഴുതി ഉണ്ടാക്കിയാൽ മതി. വൺസ് നിങ്ങളത് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നിങ്ങൾ അതിനുവേണ്ടി ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഒരു മെയിൻ്റനൻസ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അപ്ഡേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. വൺസ് നിങ്ങളത് എഴുതി കഴിഞ്ഞാൽ അത് വൺസ് ആമസോണിൻ്റെ കിൻഡൽ ഫയറിലോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരുന്ന 2-3 രീതികളുണ്ട്. അവിടെയൊക്കെ നിങ്ങൾ നിങ്ങളുടെ ബുക്സ് വിൽക്കാനിട്ടാൽ അത് അവിടെ കിടന്ന് വിറ്റ് പോയിക്കോളും. നിങ്ങൾക്ക് ഇൻകം വന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾ പിന്നീട് ചെന്ന് അതിൽ മാറ്റങ്ങളൊന്നും വരുത്താൻ നിൽക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഒറ്റ പ്രാവശ്യം വർക്ക് ചെയ്താൽ മതി. പിന്നീടുള്ള മുഴുവൻ കാലവും അതിൽ നിന്ന് ഇൻകം വന്നുകൊണ്ടിരിക്കും. അതാണ് ബുക്സുകളുടെ ഗുണം. നിങ്ങളൊരു കാര്യം ബുക്കുകളൊന്നും വീട്ടിൽ സേവ് ചെയ്ത് വെക്കേണ്ട, ഒന്നും ഷിപ്പ് ചെയ്ത് കൊടുക്കേണ്ട. എല്ലാം ആമസോൺ തന്നെ ചെയ്തോളും. ആമസോണിന് ഞാനിപ്പോൾ മെയിനായിട്ട് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. വേറെ സൈറ്റുകൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അതിനിപ്പോൾ നിങ്ങൾക്ക് ആദ്യമേ ചെയ്യേണ്ടത്, നിങ്ങൾ 2 കാര്യങ്ങൾ ചിന്തിക്കുക. ഒന്ന്, നിങ്ങളെ കൊണ്ട് ഒരു ബുക്ക് എഴുതാൻ പറ്റുമോ എന്ന് ആലോചിക്കുക. ചില ആളുകൾ ബുക്കുകളൊക്കെ എഴുതാനൊക്കെ സ്മാർട്ടായിട്ടുള്ള ആളുകളായിരിക്കും. എഡ്യൂക്കേഷണലി അങ്ങനെയുള്ളവരായിരിക്കും. അങ്ങനെയുള്ളവർക്ക് അവരവർക്ക് തന്നെ ബുക്ക് എഴുതാൻ ശ്രമിക്കാം. ഓക്കെ. അപ്പോൾ മോസ്റ്റ്ലി ബുക്കുകൾ വിറ്റ് പോകാൻ സൗകര്യം നിങ്ങൾ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ബുക്ക് എഴുതുന്നതായിരിക്കും. കാര്യം ലോകത്ത് എല്ലായിടത്തും തന്നെ ഇംഗ്ലീഷ് ആക്സെപ്റ്റഡ് ലാംഗ്വേജ് ആണ്. എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ്. അപ്പോൾ ഇംഗ്ലീഷിലുള്ള ബുക്കുകളായിരിക്കും കൂടുതൽ ബയേഴ്സ് നോക്കുന്നത്. അതുകൊണ്ട് ഇംഗ്ലീഷിൽ എഴുതാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ എഴുതാൻ താല്പര്യമില്ല, മലയാളത്തിലാണെങ്കിലും ഇപ്പോൾ നമ്മുടെ ഓൺലൈനിൽ തന്നെ മലയാളം കീബോർഡും കാര്യങ്ങളൊക്കെ കിട്ടും. മലയാളത്തിൽ എഴുതേണ്ടവർക്ക് അങ്ങനെ എഴുതാം. മലയാളത്തിൽ ബുക്ക് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ മലയാളികളെ മാത്രം ഫോക്കസ് ചെയ്ത് എഴുതാം. മലയാളികളും കുറവൊന്നുമല്ല, ലോകത്ത് എല്ലായിടത്തുണ്ട് മലയാളം വായിക്കാൻ അറിയാവുന്ന ഇഷ്ടംപോലെ മലയാളികളുണ്ട്. അപ്പോൾ മലയാളത്തിൽ എഴുതിയെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല. എന്നാലും കൂടുതൽ ബയേഴ്സിനെ കിട്ടുന്നത് ഇംഗ്ലീഷിൽ ബുക്ക് എഴുതിയാലായിരിക്കും. ഓക്കെ. അപ്പോൾ ഇനിയിപ്പോൾ ഇംഗ്ലീഷിൽ ബുക്ക് എഴുതാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയാണ് ഈ വഴി കാണിക്കുന്നത്. നിങ്ങൾക്ക് 2 രീതിയിൽ ബുക്കുകൾ എഴുതിക്കാം. ഒന്ന്, നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് ഞാൻ ബുക്ക് സ്വയമായിട്ട് എഴുതാൻ കോൺഫിഡൻസ് ഇല്ലാത്തവർ അല്ലെങ്കിൽ എഴുതാൻ താല്പര്യമില്ലാത്തവർ അല്ലാതെ നേരമില്ലാത്തവർക്ക് വേണ്ടിയാണ് ഈ വഴി. ഓക്കെ. അല്ലാത്തവർ സ്വയം അവരവർ തന്നെ ചെയ്യുക. അവരവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ ജസ്റ്റ് മൈക്രോസോഫ്റ്റ് വേർഡിൽ നല്ല ഫോർമാറ്റിൽ ടൈപ്പ് ചെയ്ത് കുറഞ്ഞത് ഒരു 30-40 പേജെങ്കിലും വേണം. ഓക്കെ. അപ്പോൾ അത്രയും പേജ് ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കുക. കുറേ നാളുകളെടുത്ത് ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കിയാൽ മതി. ഒരു ബുക്ക് നല്ലപോലെ ഉണ്ടാക്കിയാൽ മതി. ഓക്കെ. പിന്നെ ഇപ്പോൾ അങ്ങനെ ടൈപ്പ് ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് വേണ്ടിയുള്ള വഴികൾ, ഒന്ന് നിങ്ങൾക്ക് ചെയ്യാവുന്നത് ഇലാൻസ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്. ആ ഇലാൻസിൽ എന്താ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ജോബ്സ് പോസ്റ്റ് ചെയ്യാം. അതായത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ബുക്ക് എഴുതാൻ ഒരാളെ ആവശ്യമുണ്ട്, ഇത്ര പേജുള്ള ഇംഗ്ലീഷിൽ എഴുതാൻ ഒരാളെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഈ വെബ്സൈറ്റിൽ നമുക്ക് ജോലി പോസ്റ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് പറയാം നമ്മുടെ ബഡ്ജറ്റ് ഇത്രയാണ്, നമ്മൾ ഉദ്ദേശിക്കുന്ന ഇത്രയാണ്, ഇന്ന ടോപ്പിക്കിനെ പറ്റിയാണ് ബുക്ക് എഴുതാൻ ഞങ്ങൾക്ക് ആളെ ആവശ്യം എന്നുള്ളത് ഈ വെബ്സൈറ്റിൽ ഇലാൻസ് എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ പോസ്റ്റ് ചെയ്താൽ ഇതിൽ എഴുത്തുകാരുണ്ട്. അപ്പോൾ അവർ നിങ്ങളുടെ വർക്കിന് റെസ്പോണ്ട് ചെയ്യും. അപ്പോൾ അവർക്ക് താല്പര്യമുള്ളൊരു ടോപ്പിക്കാണ്, അവർക്ക് ആക്സെപ്റ്റബിൾ ആയിട്ടുള്ളൊരു പ്രൈസാണ് നിങ്ങൾ ഓഫർ ചെയ്യുന്നതെങ്കിൽ അവർ നിങ്ങളുടെ വർക്കുമേ ബിഡ് ചെയ്യും എന്ന് പറയാൻ നമ്മുടെ നാട്ടിലെ പോലെ ലേലം വിളിക്കും. ഓക്കെ. അപ്പോൾ നിങ്ങളിപ്പോൾ $40 ഇട്ടേക്കണമെങ്കിൽ ചിലപ്പോൾ റൈറ്റർ പറയും 50 തന്നാൽ ഞാൻ ചെയ്യാം. അപ്പോൾ വേറെ റൈറ്റർ ചിലപ്പോൾ പറയും 45 ഞാൻ ചെയ്യാം. ചിലർ നിങ്ങൾ പറഞ്ഞ 40 തന്നെ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് വരും. ഓക്കെ. അപ്പോൾ
വൺസ് നിങ്ങളുടെ പ്രൈസിന് ഒത്തതോ അല്ലെങ്കിൽ അതിൽ താഴെയായിട്ട് വന്ന സെല്ലറിനെ അല്ല റൈറ്ററിനെ നിങ്ങൾ ഹയർ ചെയ്യണം. അത് കഴിഞ്ഞ് അവർ നിങ്ങളോട് പറയും ഇത്ര ദിവസങ്ങൾക്കുള്ളിൽ ഈ പറഞ്ഞ സംഭവം എഴുതി തരാമെന്ന്. നിങ്ങൾക്കത് എത്ര പ്രാവശ്യം വേണമെങ്കിലും റിവിഷൻ ചോദിക്കാം. അതായത് നിങ്ങൾക്ക് വായിച്ചിട്ട് ഇഷ്ടപ്പെട്ടില്ല, നിങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ലെങ്കിൽ അവരെ കൊണ്ട് വീണ്ടും വീണ്ടും അത് റിവിഷൻ ചെയ്യിപ്പിക്കാം ആ ഈ ബുക്ക്. ഓക്കെ, അപ്പോൾ അതാണ് ഇ ലാൻഡ്സ്. ഒരു വഴി അതാണ്. പിന്നെ നിങ്ങളോട് ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ള ഒരു വഴിയാണ് ഫൈവർ എന്ന് പറയുന്നത്. ഫൈവറിൽ നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ $5 ചെയ്യിപ്പിക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബുക്ക് എഴുതി കൊടുക്കുന്നവരുണ്ട്. ഇതിൻ്റെ അകത്ത് ഈ ബുക്സ് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബുക്ക് എഴുതി കൊടുക്കുന്നവരുണ്ട്, ഈ ബുക്കിന് കവർ പേജ് ഉണ്ടാക്കി കൊടുക്കുന്നവരുണ്ട്. അതായത് ഈ ബുക്ക് എഴുതി കൊടുക്കുന്ന നിങ്ങൾക്ക് $5 എന്തായാലും ആരും ഈ ബുക്ക് എഴുതി തരില്ല 40 പേജിൻ്റെ. അപ്പോൾ ഒട്ടുമിക്ക ആളുകളും തന്നെ 500 വേർഡ് $10 അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ വായിച്ചു നോക്കുക, നിങ്ങൾക്ക് എത്ര പേജിൻ്റെയാണ് ആവശ്യം അതിനനുസരിച്ചുള്ള അവരതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടാവും ഒരു പേജ് എന്ന് പറഞ്ഞാൽ എത്ര വേർഡാന്നുള്ളത്. അപ്പോൾ അതനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നല്ലൊരു റൈറ്ററിനെ ഹയർ ചെയ്യുക, അവർക്ക് കാശ് കൊടുക്കുക, അവരത് ചെയ്തു തരും നിങ്ങൾക്ക് വേണ്ടി. അപ്പോൾ നിങ്ങൾക്ക് വൺസ് അത് ചെയ്തു തന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്കത് കൊണ്ടുപോയി ഞാൻ പറയാൻ പോകുന്ന വെബ്സൈറ്റുകളിൽ വിൽക്കാനിടാം. ഓക്കെ, ഈ ബുക്കുകൾ ഉണ്ടാക്കിയാൽ ഈ ബുക്കിന് കവർ പേജ് നിങ്ങളിപ്പോൾ നല്ലോണം വരയ്ക്കുകയും ഫോട്ടോഷോപ്പൊക്കെ ഉപയോഗിക്കാൻ അറിയാവുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ തന്നെ ഈ ബുക്കിന് കവർ പേജ് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇനിയിപ്പോൾ അങ്ങനെ ഉണ്ടാക്കാൻ അറിയാത്തവർക്കോ അല്ലെങ്കിൽ ഫോട്ടോഷോപ്പ് ഉപയോഗിക്കാൻ അറിയാത്തവർ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ സ്വയം കോൺഫിഡൻസ് ഇല്ലാത്തവർക്ക് ഫൈവറിൽ വന്നാൽ അതും ചെയ്തു കൊടുക്കുന്ന ആളുകളുണ്ട്. ഓക്കെ, അതാകുമ്പോൾ അത് $5 ചെയ്തു തരാൻ ആളുകളുണ്ട്. അപ്പോൾ $5 ഈ ബുക്കിൻ്റെ കവർ പേജ് അവർ ചെയ്തു തരും. നിങ്ങൾ നിങ്ങളുടെ ടോപ്പിക്കും എന്താണ് നിങ്ങളുടെ കവർ പേജിൽ വേണ്ടതെന്നുള്ളത് പറഞ്ഞു കൊടുത്താൽ അവർ പല പല ഡിസൈനിൽ ഉണ്ടാക്കി കാണിച്ചു തരും. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നല്ല കവർ പേജ് ഉള്ളത് നല്ലതാണ്. ആക്ച്വലി നമ്മൾ വിൽക്കാനിടുന്ന സമയത്ത് കവർ പേജ് നമ്മൾ അപ്ലോഡ് ചെയ്യും. അപ്പോൾ യൂഷ്വലി ബയേഴ്സ് ബുക്കിന് വേണ്ടി സെർച്ച് ചെയ്യുമ്പോൾ കാണുന്നത് നമ്മുടെ കവർ പേജാണ്. അപ്പോൾ അട്രാക്റ്റീവ് ആയിട്ടുള്ള കണ്ണിൽ സ്ട്രൈക്ക് ചെയ്യുന്ന ടൈപ്പ് ഒരു കവർ പേജ് ഉണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. അപ്പോൾ കുറേ നാളുകളായിട്ട് ഈ ബുക്കിന് കവർ പേജ് ഉണ്ടാക്കുന്ന കുറേ സെല്ലേഴ്സ് ഈ ഫൈവറിലുണ്ട്. അപ്പോൾ അവർക്കറിയാം എന്താണ് നമ്മൾ നോക്കുന്നതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതനുസരിച്ചുള്ള നല്ല കവർ പേജ് അവരുണ്ടാക്കി തരും ഈ ബുക്കിന് വേണ്ടി. കവർ പേജ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ താളെന്ന് പറയില്ലേ ഏറ്റവും ഫ്രണ്ടിലെ, അതുപോലെ കവർ പേജ് ഈ ബുക്കിന്. ഓക്കെ, അപ്പോൾ ഈ ബുക്ക് ഉണ്ടാക്കുന്ന കാര്യങ്ങളെ പറ്റി ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഏകദേശം ഒരു 25 തൊട്ട് 40 പേജ് വരെയുള്ള ബുക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിന് കവർ പേജ് നമുക്ക് ഫൈവറിൽ ഉണ്ടാക്കാൻ പറ്റും. ഈ ബുക്ക് എഴുതാൻ വേണ്ടിയുള്ള റൈറ്റേഴ്സിനെ നമുക്ക് ഈ ലാൻഡ്സിൽ നിന്നോ ഫൈവറിൽ നിന്നോ ഹയർ ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മുടെ ടോപ്പിക് എന്താണെന്ന് നമ്മൾ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളതൊക്കെ അവരൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി. ഇഷ്ടംപോലെ ആളുകൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഞാനിത് വിൽക്കേണ്ട സ്ഥലങ്ങൾ ഞാൻ കാണിച്ചു തരാം. വൺസ് നിങ്ങൾക്ക് ഈ ബുക്ക് റെഡിയായി എല്ലാം സെറ്റായി നിങ്ങൾക്ക് കവർ പേജും കാര്യങ്ങളൊക്കെ ആയി എന്നുണ്ടെങ്കിൽ വൺസ് അതായി കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് ആമസോൺ വളരെ വലിയ ഒരു മാർക്കറ്റ് പ്ലേസ് ആണെന്ന് അറിയാലോ. അവർക്ക് പ്രോഡക്ട്സ് മാത്രമല്ല ഇലക്ട്രോണിക് പ്രോഡക്ട്സും വിൽക്കാനുണ്ട്. അതായത് ഇങ്ങനത്തെ ക്ലാസ്സുകൾ, ഓൺലൈൻ പരിപാടികൾ, ഇ ബുക്കുകൾ. അപ്പോൾ ആമസോണിൻ്റെ കിൻഡൽ എന്ന് പറഞ്ഞ കിൻഡൽ പബ്ലിഷിംഗ് ഉണ്ട്. അപ്പോൾ ആമസോണിൻ്റെ കിൻഡൽ പബ്ലിഷിങ്ങിൽ നിന്ന് നമ്മൾ ഒരു ഇതെടുക്കുക, ഒരു അക്കൗണ്ട് എടുക്കുക, സൈനപ്പ് ചെയ്യുക. അപ്പോൾ ഇതിലെന്താ ഗുണമെന്ന് വെച്ചാൽ നമ്മൾ ആമസോണിൽ നമ്മുടെ ഇ ബുക്സ് വിൽക്കാനിടാൻ പറ്റും. ആമസോണിൽ ഒരു ദിവസം ഒത്തിരി ആളുകൾ, ഒരുപാട് മില്യൺ ആളുകൾ വന്ന് ഇ ബുക്കുകൾ വാങ്ങിക്കുന്ന സ്ഥലമാണ്. ഓക്കെ, അവർ ഇവിടെ മേളിൽ വെച്ചിട്ടുണ്ട് 11 മില്യൻ്റെ ഒക്കെ വരെ സെയിലുകൾ നടക്കുന്ന ദിവസങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ബുക്ക് ഇതിൽ പോസ്റ്റ് ചെയ്യുക, നല്ലൊരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. അപ്പോൾ എന്താ ഇതിലെ ഒരു കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുസ്തകം മാക്സിമം വില കുറച്ചിടുക. അപ്പോൾ വില കുറച്ചിടുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും അയ്യോ അവിടെ അത്രയും കാശ് കൊടുത്താണ് എഴുതിച്ചത്, ഇത്രയും കാശ് കൊടുത്താണ് അതിന് കവർ പേജ് ഉണ്ടാക്കിയത്, അപ്പോൾ ഇങ്ങനെ വില കുറച്ചിടുന്നതെന്ന്. അപ്പം ഇത്രയും ആലോചിക്കുക. ഒരു സെല്ലർ വന്ന് ബുക്കുകൾ നോക്കുന്ന സമയത്ത് എന്താ നോക്കിയാൽ ബുക്കിലെ കണ്ടന്റ് അവർക്ക് കാണാൻ പറ്റില്ല. കവർ പേജും അതിൻ്റെ ഡിസ്ക്രിപ്ഷനും അതിൻ്റെ പ്രൈസും മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അവരെ അട്രാക്ട് ചെയ്യുന്ന എന്തെങ്കിലും ഒരു കമ്പോണൻറ്റ് നിങ്ങളുടെ ബുക്കിലെ സെയിൽസ് പേജിൽ ഉണ്ടാവണം. അതായത് നിങ്ങളുടെ കവർ പേജ് അതേപോലത്തെ ആയിരിക്കണം, നിങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ അങ്ങനത്തെ ആയിരിക്കണം, നിങ്ങളുടെ പ്രൈസ് അവർക്ക് കണ്ടാൽ അത്രയും കാശ് പോയാലും കുഴപ്പമില്ല എന്ന് തോന്നുന്ന ഒരു പ്രൈസ് ആയിരിക്കണം. അപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഒരു $2.99 ഒരു നല്ല പ്രൈസാണ്, അല്ലെങ്കിൽ ഒരു $2 അല്ലെങ്കിൽ $1.99 ഒരു നല്ല പ്രൈസാണ്, അതിടുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ $1.99 ഓരോ സെയിലിന് കിട്ടിയിട്ട് എന്താവാനാന്ന് വിചാരിക്കും. പക്ഷേ ഈ പറയുന്ന ബുക്ക് വളരെ നല്ലതാണെങ്കിൽ
ഈ പറയുന്ന 1.99 ജീവിതകാലം ഫുള്ള് ചിലപ്പോൾ ഒരു ദിവസം 14 ബുക്ക്, ഒരു ദിവസം 12 ബുക്ക്, അങ്ങനെ അങ്ങനെ വിറ്റ് പോയിക്കൊണ്ടിരിക്കും. ഈ ബുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും എത്ര പേർക്ക് വേണമെങ്കിലും വാങ്ങിക്കാം. ആമസോണിൽ അതിങ്ങനെ കിടക്കും. ഓക്കെ. പിന്നെ ബുക്ക് വളരെ നല്ലതാണെങ്കിൽ അതിൻ്റെ താഴത്ത് വാങ്ങിയൊരു റിവ്യൂ എഴുതും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല ബുക്ക് അല്ലെങ്കിൽ റിവ്യൂ നോക്കിയിട്ടായിരിക്കും ആദ്യത്തെ ആൾ പുസ്തകം വാങ്ങിക്കുന്നത് അതിൻ്റെ ഡിസ്ക്രിപ്ഷനും അതിൻ്റെ കവർ പേജും അതിൻ്റെ വിലയും നോക്കിയിട്ടായിരിക്കും. രണ്ടാമത്തെ ആൾ തൊട്ടുള്ളവർ വാങ്ങിക്കുന്നത് അതിൻ്റെ താഴത്തുള്ള ആദ്യത്തെ ആൾ വാങ്ങിച്ചതിൻ്റെ റിവ്യൂ ഒക്കെ വായിച്ചിട്ടായിരിക്കും. അപ്പോൾ ബുക്ക് വളരെ നല്ലതായിരിക്കാൻ മേക്ക് ഷുവർ ചെയ്യാം. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ആമസോൺ കിൻഡൽ ഫയറിൽ പബ്ലിഷ് ചെയ്യാം. ഇപ്പോൾ ആമസോണർക്ക് കിൻഡൽ ഫയറിൻ്റെ ടാബ്ലറ്റ് പോലത്തെ സാധനം ഉള്ളതുകൊണ്ട് അങ്ങനത്തെ പുസ്തകം വായിക്കാൻ താല്പര്യമുള്ള ആളുകളെല്ലാം ആ സാധനം വാങ്ങിച്ചിട്ടുണ്ട്. അവർക്ക് ഇതിൽ നിന്ന് ആ സാധനം നിങ്ങളുടെ ഈ ബുക്ക് ഡൗൺലോഡ് ചെയ്യാം ഈസി ആയിട്ട്. ഓക്കെ. അപ്പോൾ ഇതൊരു പ്ലേസ്. ഇവിടെ എന്തായാലും നിങ്ങൾ സൈനപ്പ് ചെയ്യുക. ഇതാണ് നിങ്ങളുടെ മേജർ പ്ലേസ്. പിന്നെ നിങ്ങൾക്ക് ഈ ബുക്ക് കൊണ്ടുവന്ന് സെയിലിനിടാൻ പറ്റണത് പേലോഡ്സ് എന്ന് പറഞ്ഞ ഒരു സൈറ്റ് ഉണ്ട്. അപ്പോൾ പേലോഡ്സിൽ ഞാൻ ടൈപ്പ് ചെയ്യുമ്പോൾ അക്ഷരങ്ങൾ മാറിപ്പോകുന്നത് ഞാൻ ഈ ഒരു കൈ കൊണ്ടാണ് ടൈപ്പ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് മാറിപ്പോകുന്നത്. പേലോഡ്സിൽ നിങ്ങൾക്ക് സെയിം സംഭവം തന്നെ. നിങ്ങളുടെ ഈ ബുക്ക് കൊണ്ടൊന്ന് ഇവിടെ സൈനപ്പ് ചെയ്യുക. നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ഈ ബുക്ക് ഇവരുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യാം. അപ്ലോഡ് ചെയ്ത് അതിൻ്റെ കവർ ഫോട്ടോ അപ്ലോഡ് ചെയ്യാം, ഡിസ്ക്രിപ്ഷൻ എഴുതാം, പ്രൈസ് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇവിടെയും ആ സെയിം സ്ട്രാറ്റജി ഉപയോഗിക്കുക. നിങ്ങൾ പ്രൈസ് ഒരുപാട് കയറ്റിയിട്ട് കാശുണ്ടാക്കാൻ നോക്കരുത്. പ്രൈസ് കുറവാകുമ്പോഴാണ് ബയേഴ്സ് ആലോചിക്കുക ഇതിപ്പോൾ $2 ഉള്ളൂ, പോയാൽ പോട്ടെ, $2 ഇപ്പോൾ എന്ത് സംഭവിക്കാനാന്ന് വിചാരിച്ചു ഒരാൾ വാങ്ങിക്കും. അപ്പോൾ നിങ്ങളായിരിക്കും ഒരാൾ തന്നിട്ട് എന്താ കാര്യം, 10 ആളുകൾ അങ്ങനെ ആലോചിക്കും. അങ്ങനെ 10 ആളുകൾ ആലോചിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങളുടെ പൈസ കൂടി വന്നുകൊണ്ടിരിക്കും. പിന്നീട് വൺസ് നിങ്ങളുടെ ബുക്ക് വളരെ നല്ലതാണ്, ഒത്തിരി നല്ല റിവ്യൂ ആണ്, ആളുകളൊക്കെ വാങ്ങിക്കുന്നത് കൂടുതലാണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾക്ക് പ്രൈസ് എപ്പോൾ ആണെങ്കിലും കയറ്റി വെക്കാം. ഓക്കെ. ഇതിലൊരു കാര്യമുണ്ട്, നിങ്ങളൊന്നും ഷിപ്പ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല, കസ്റ്റമർ സർവീസ് ഇല്ല, ഒന്നുമില്ല. അപ്പോൾ വളരെ ഈസിയാണ്. അപ്പോൾ പേലോഡ്സിലും ഈ സെയിം സംഭവം തന്നെ. നിങ്ങൾ ആമസോണിൽ കിൻഡൽ ഫയറിലെ പബ്ലിഷറിൽ സൈനപ്പ് ചെയ്ത് കഴിഞ്ഞ് ബുക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഐഡിയ കിട്ടും. അപ്പോൾ അതേ സെയിം ഒരു ലേ ഔട്ട് തന്നെയാണ് പേലോഡ്സിനും ഉള്ളത്. പേലോഡ്സിലും വന്ന് സൈനപ്പ് ചെയ്യുക, അത് ചെയ്യുക. ഓക്കെ. ഇനിയിപ്പോൾ വേറൊരു സ്ഥലം നിങ്ങൾക്ക് ഈ ബുക്ക് വെക്കാൻ നല്ലതെന്ന് പറഞ്ഞാൽ ഈ ജങ്കി എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ് ഉണ്ട്. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ബുക്സ് വിൽക്കാനിടാം. ഓക്കെ. ഇവിടെയും വരിക, സൈനപ്പ് ചെയ്യുക, നിങ്ങളുടെ ഈ ബുക്ക് അപ്ലോഡ് ചെയ്യുക, അതിൻ്റെ കവർ പേജ് അപ്ലോഡ് ചെയ്യുക, ഡിസ്ക്രിപ്ഷൻ ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പ്രൈസ് തീരുമാനിക്കുക. ഓക്കെ. ഇതാണ് അവരുടെ മെയിൻ പേജ്. മറ്റേത് ഡിസ്കഷൻ ഫോറം ആയിരുന്നു. ഈ രണ്ടാമത് കിടക്കുന്നത് ഈ junkies.com എന്ന് പറഞ്ഞാൽ ഇതാണ് അവരുടെ മെയിൻ പേജ്. അപ്പോൾ ഇതിനകത്ത് ട്രെയിനിങ്ങുകളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റണത്, ഫ്രീ ആയിട്ടുള്ളത്, സെല്ലിങ്ങിനും ഇതിനൊക്കെ ഉള്ളത്. പിന്നെ ഇതിൻ്റെ വീഡിയോ ഇൻസ്ട്രക്ഷനൊക്കെ ഉണ്ട്, നിങ്ങൾ എങ്ങനെ എവിടെയൊക്കെ ചെന്ന് എന്തൊക്കെ അപ്ലോഡ് ചെയ്യേണ്ടത്, എവിടെ ഡിസ്ക്രിപ്ഷൻ എഴുതേണ്ടത് എന്നുള്ളതൊക്കെ. അപ്പോൾ അതൊക്കെ യൂസ്ഫുള്ളാണ്, അതൊക്കെ കാണുക. അപ്പം 2 സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ഈ ബുക്കുകൾ ഉണ്ടാക്കാം. ജസ്റ്റ് ഇത് ഞാനിപ്പോൾ റീക്യാപ്പുമാതിരി പറയുന്നതാണ് ആദ്യമേ തൊട്ട്. 2 സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ഈ ബുക്ക് ഉണ്ടാക്കാം. ഒന്ന്, നിങ്ങൾക്ക് ഇലാൻസിൽ ചെന്ന് റൈറ്ററിനെ ഹയർ ചെയ്യാം, അവരെ കൊണ്ട് ഈ ബുക്ക് ഉണ്ടാക്കിക്കാം. രണ്ടാമത്തത് നിങ്ങൾക്ക് ഫൈവറിൽ ചെന്ന് റൈറ്ററിനെ ഹയർ ചെയ്യാം, അവരെ കൊണ്ട് എഴുതിക്കാം. ഫൈവറിൽ തന്നെ നിങ്ങൾക്ക് ഈ ബുക്കിന് കവർ പേജ് ഉണ്ടാക്കാം. ഈ കാര്യങ്ങളെല്ലാം സെറ്റായി കഴിഞ്ഞ് കഴിയുമ്പോൾ 3 സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ഈ ബുക്ക് വിൽക്കാം. ഒന്ന് ഈ ജങ്കിയിൽ വിൽക്കാം, ഒന്ന് പേലോഡ്സിൽ വിൽക്കാം, ഒന്ന് ആമസോൺ കിൻഡൽ പബ്ലിഷിങ്ങിൽ വിൽക്കാം. ഓക്കെ. ഈ 3 വെബ്സൈറ്റുകാരും പേപ്പാൽ എടുക്കും. അപ്പോൾ നിങ്ങൾ പേപ്പാലിൻ്റെ ഇൻഫർമേഷൻ കൊടുക്കുക നിങ്ങൾക്ക് പേയ്മെൻറ്റ് കിട്ടാനായിട്ട്. അപ്പോൾ ഈ 3 വെബ്സൈറ്റുകളിൽ നിന്ന് നിങ്ങളുടെ പുസ്തകം ഓരോ പ്രാവശ്യം വിൽക്കുമ്പോഴും പേയ്മെൻറ്റ് നിങ്ങളുടെ പേപ്പാൽ അക്കൗണ്ടിലോട്ട് വീഴും. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ തൊട്ട് പറയുന്ന പോലെ പേപ്പാൽ അക്കൗണ്ട് എന്തായാലും നിർബന്ധമാണ് നിങ്ങൾ ഓൺലൈനിൽ എന്തെങ്കിലും ചെയ്യാൻ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആലോചിക്കുന്നുണ്ടെങ്കിൽ. ഓക്കെ. അപ്പോൾ ഈ ബുക്കുകൾ എഴുതാൻ എനിക്ക് സബ്ജക്റ്റ് ഇല്ലല്ലോ, ഞാൻ എന്തിനെ പറ്റി എഴുതുന്ന ആലോചിച്ചാൽ നിങ്ങൾ എന്താണെന്ന് ആലോചിക്കുക, നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻട്രസ്റ്റ് എന്ന് ആലോചിക്കുക. നിങ്ങളൊരു മെക്കാനിക്കാണോ, നിങ്ങൾ ചെയ്യുന്ന ഒരു ജോലികളുടെ ഫോട്ടോസൊക്കെ എടുക്കുക. അതായത് നിങ്ങളുടെ ഫോൺ വെച്ച് തന്നെ നിങ്ങൾക്കിപ്പോൾ ചെയ്യാവുന്ന കാര്യമുള്ളൂ. ഇപ്പോൾ കാർ മെക്കാനിക് ആണെങ്കിൽ ഓരോ പാർട്ട് റിപ്പയർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഫോട്ടോ എടുക്കുക, എന്നിട്ട് അതിനെപ്പറ്റി എഴുതുക. ഈ ഫോട്ടോസ് നിങ്ങളുടെ ഈ ബുക്കിൽ ഇൻവോൾവ് ചെയ്യുക. അപ്പോൾ റൈറ്റേഴ്സിന് വായിക്കുന്നവർക്ക് ഈ ബുക്ക് വായിക്കാം, ഫോട്ടോ കാണുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാകും. ഓക്കെ. ഇനിയിപ്പോൾ നിങ്ങളൊരു കർഷകനാണ്, അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെ പറ്റി എഴുതുക. നിങ്ങൾ കോഴി വളർത്തുന്നുണ്ട്, മീൻ വളർത്തുന്നുണ്ട്, അങ്ങനെ 100,000 കാര്യങ്ങൾ. നിങ്ങൾക്ക് ജീവിതത്തെ പറ്റി എഴുതാം, നിങ്ങളുടെ കഥ എഴുതാം, നോവൽ എഴുതാം, എന്ത് വേണമെങ്കിലും എഴുതാം. സഭയെ പറ്റി എഴുതാം, മതത്തെ പറ്റി എഴുതാം, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ നാടിനെ പറ്റി എഴുതാം, ഏതെങ്കിലും ഒരു കലാരീതിയെ പറ്റി എഴുതാം.
അങ്ങനെ ആലോചിച്ച് നോക്കിയാൽ 100,000 കാര്യങ്ങളെ പറ്റി എഴുതാം. നിങ്ങൾ ആലോചിക്കും ആരാ ഇതൊക്കെ വാങ്ങിക്കാതിരിക്കുന്നതെന്ന്. ഈ പറയുന്ന ഈ 3 വെബ്സൈറ്റുകളും ലോകം മുഴുവനുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇംഗ്ലീഷിൽ എഴുതുന്നെങ്കിൽ വളരെ സൗകര്യമായിരിക്കും. ലോകം മുഴുവനുള്ളതാണ് ഈ വെബ്സൈറ്റ്. ലോകം മുഴുവൻ നിങ്ങളുടെ ഈ ബുക്ക് വാങ്ങിക്കാൻ ആളുകളുണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കുന്ന ടോപ്പിക്ക് അതിലാർക്കായിരിക്കും ഇൻട്രസ്റ്റ് എന്ന് വിചാരിക്കരുത്. നിങ്ങൾ അതിശയിച്ചു പോകും മനസ്സ് നിങ്ങളത് ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ. എന്ത് കാര്യം ഇട്ടാലും അതിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾ ലോകത്തൊക്കെ ഉണ്ട്. അപ്പോൾ ഓൺലൈനിൽ പൈസ ഉണ്ടാക്കുന്നതിനെ കുറിച്ചാവാം, എന്തിനെ കുറിച്ച് വേണമെങ്കിലും ആവാം. ഫോട്ടോഷോപ്പൊക്കെ അറിയാവുന്നവർക്ക് ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഫോട്ടോഷോപ്പിൽ കാര്യങ്ങൾ ചെയ്യുന്നതിനെ പറ്റി ഒരു ഈ ബുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇന്ന ടോപ്പിക്കെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ ആലോചിക്കുക, നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളനുസരിച്ച് നിങ്ങൾ ചെയ്യുന്ന ജോലിയെക്കുറിച്ചാവാം. ചിലപ്പോൾ നിങ്ങളൊരു എഞ്ചിനീയർ ആണെങ്കിൽ അങ്ങനെ അതിനെപ്പറ്റി. അപ്പോൾ ഏതാണെന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക, അതനുസരിച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ കാര്യം നിങ്ങൾക്ക് പിടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോസിൻ്റെ താഴെ പോസ്റ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്താണ്, ഇനിയും എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിലെ ഐഡിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ വീഡിയോസിൻ്റെ താഴെ തന്നെ പോസ്റ്റ് ചെയ്യുക. ഞാൻ ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ അപ്ഡേറ്റ്സ് ഒക്കെ അറിയുകയാണെങ്കിൽ വേറെ വീഡിയോസ് ഉണ്ടാക്കിയിടുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.